നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിപ്സൊക്കെ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കണം കേട്ടോ. ഉപയോഗിച്ച് റിസൾട്ട് എല്ലാം പറയണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം കേട്ടോ, പറഞ്ഞുതരാം. അപ്പം മുടി എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടൊരു വിവരണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതനുസരിച്ചിട്ട് എല്ലാവരും ചെയ്തോളാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്നോട് ഉലുവ അലോവറ ജെല്ലിൽ മുളപ്പിക്കുന്നത് ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്രകാരം നമുക്ക് ഇന്നിപ്പോൾ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട് അലോവറയിൽ എങ്ങനെയാണ് നമ്മൾ ഉലുവ മുളപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇതാണ് കേട്ടോ, അലോവറയാണ്, ലീഫ് കേട്ടോ. ഈ അലോവറ ലീഫ് നമ്മൾ എന്നും പറയുന്ന പോലെ ഇതിൻ്റെ അറ്റം ഒന്ന് മുറിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ, അല്പം വെള്ളത്തിൽ ഇത് ഇറക്കി വെക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ദ്രാവകമുണ്ട്, അപ്പം അത് പോകണം. ഒരു മഞ്ഞ കളറിൽ മുറിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അതിരുന്നാൽ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്കിന്നിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും ചിലർക്ക് ഇത് ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ അലർജിയാണെന്നാണ് വിചാരിച്ചത്. കറ്റാർവാഴ എന്നോട് പലരും പറഞ്ഞു എനിക്ക് കറ്റാർവാഴ അലർജിയാണ്, ചൊറിച്ചിലുണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആ മഞ്ഞ വെള്ളം ഉണ്ടല്ലോ, ഇത് മുറിക്കുമ്പോഴുള്ള മഞ്ഞ വെള്ളം അത് പോകണം. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഒരു കുറച്ച് വെള്ളത്തിൽ ഇത് മുക്കി വയ്ക്കുമ്പോഴത്തേക്ക് ആ വെള്ളം നോക്കി അറിയാൻ പറ്റും നമുക്ക് മഞ്ഞ കളറായിരിക്കും. അത് പോയി കഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞ് ജെല്ലെടുത്താൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ ജെല്ലിൻ്റെ ജ്യൂസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. വീഡിയോയിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടങ്ങളിൽ അങ്ങനെ കടകളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ അലോവര ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണാം. അപ്പോൾ പോയിട്ട് നമ്മൾ സാധാരണ കരിക്കും ജ്യൂസൊക്കെ കഴിക്കുന്ന പോലെ കരിക്കും വെള്ളമൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കുമല്ലോ, അതേപോലെ ഓരോരുത്തർ വരും, അലോവരയുടെ ജ്യൂസ് വാങ്ങിക്കും, കുടിക്കും. അപ്പോൾ അത് കാണാം, നമുക്ക് നല്ല രസമാണ്. അതുപോലെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. പുറമേ ഉള്ള നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക അലോവര. പിന്നെ ഫോറിൻ കൺട്രീസിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഗുണമാണ് ഇത്. ഇവിടെയുള്ളവർക്ക് അത്ര അറിയില്ല, പക്ഷെ നല്ല റിസൾട്ടാണ്. ഇതിൻ്റെ ജാമൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ജാമൊക്കെ ഉണ്ട്, സിസ്റ്റിനൊക്കെ നല്ലതാണ് കേട്ടോ. ശരീരത്തിലെ ചൂട് കുറയാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്കിത് ജ്യൂസായിട്ടും കുടിക്കാം. അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഇതെങ്ങനെയാണ് മുളപ്പിക്കണതെന്ന് നമുക്ക് കാണാം. ഇത് വെള്ളത്തിൽ മുക്കി വെച്ചതാണ് കേട്ടോ. തലയും നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റം കളയാം. മുള്ളു പോലെയുള്ള സംഭവം നമുക്ക് കളയാം. അതുപോലെ ഇതും ഇപ്പുറത്തേം കളയാം നമുക്ക്, മുള്ളു പോലെയുള്ളത്. രണ്ട് വശം കളയാം. എന്നിട്ട് ഇത് നെടുകെ മുറിക്കാം. പകുതിയായിട്ട് മുറിച്ചെടുക്കാം. രണ്ടും കൂടി മുറിച്ചിട്ട് ഇതിന്ന് വേർപെടുത്തണ്ട കേട്ടോ. വേർപെടുത്താതെ നമുക്ക് എടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് എടുക്കാം നമുക്ക്. രണ്ടായിട്ട് എടുത്തിട്ട് ഇതിൽ ഇപ്പോൾ ജെല്ല് കണ്ടോ, ഇതിൽ ഈ ജെല്ലിലേക്ക് വേണം നമ്മൾ ഉലുവ, നല്ല ഉലുവയായിരിക്കണം കേട്ടോ. പഴകിയ ഉലുവയൊന്നും മുളച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഉലുവ തന്നെ എടുക്കണം നമ്മൾ. എടുത്തിട്ട് ഇതുപോലെ ഈ ജെല്ലിൽ ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അറ്റം വരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക.
ഞാൻ കാണിച്ചു തന്ന ആ ഉലുവ മുളപ്പിച്ചതേ, അത് ഞാൻ ഒരു 3-4 തവണ മുളപ്പിച്ചിട്ട് അതിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും പുതിയത് ഇനി ഇടണം. അതുപോലെ പുതിയത് പിന്നെയും മുളപ്പിച്ചിട്ട് പിന്നെയും അതിൽ തന്നെ ഇടും കേട്ടോ. ആ ഇട്ട എണ്ണയിൽ തന്നെ വീണ്ടും ഇടും കേട്ടോ. അത് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജെല്ലില് ഇത് കൊണ്ടിട്ട് അത് മുളച്ചു വരും. നമുക്ക് ഇപ്പൊ നിറഞ്ഞല്ലോ, രണ്ടും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് തന്നെ കണ്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ മൂടി വയ്ക്കാം. കണ്ടോ, ഇത് ഇങ്ങനെ അമർത്തിയിട്ട് നമുക്ക് ഒരു തുണിയിൽ, കോട്ടൻ്റെ തുണിയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനത്തെ ഒരു കോട്ടൺ തുണി എടുക്കുക. ആ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കും. ഇത് ഞാൻ റെഡ് ആണ്, എൻ്റെ കയ്യിൽ മുറിച്ച റെഡ് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഞാൻ മുറിച്ച്. കണ്ടോ, അതിൻ്റെ കറ കണ്ടോ, റെഡ് കളർ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇത്തിരി അതിൻ്റെ ജെല്ല് ഈ തുണിയിൽ പറ്റിയതാണ് കേട്ടോ. കണ്ടോ, റെഡായി. അതാണ് കേട്ടോ റെഡ് റെഡ് അലോവര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനെ പൊതിഞ്ഞ് 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 വെക്കാം. കണ്ടോ, ഇങ്ങനെ കണ്ടോ, ആ റെഡിൻ്റെ കറയാണ് ഇത്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ തെറുത്ത് തെറുത്ത് വെക്കാം. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നൂലെടുത്തിട്ട് കെട്ടിവെക്കാം, പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നൂലെടുത്തിട്ട് ആ നൂല് നമുക്ക് ഇങ്ങനെ കെട്ടി 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 പോവാം. നൂല് കൊണ്ട് ഇങ്ങനെ ചുറ്റി 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 പോവാം. അതുപോലെ വീണ്ടും ഇങ്ങോട്ട് ചുറ്റി ചുറ്റി വരാം. ഉലുവ ഈ കറ്റാർവാഴയിൽ നിന്ന് പോവാതെ വേണം കേട്ടോ ചെയ്യാൻ. ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ പതുക്കെ ഒന്ന് കെട്ടി വയ്ക്കാം. ഇങ്ങനെയാണ് ഉലുവ കറ്റാർവാഴ ഉണ്ടോ, കറ്റാർവാഴയിൽ കെട്ടി വയ്ക്കുന്നത്. ഇത് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ അധികം വെയിലും അധികം മഴയും കൊള്ളാത്ത സ്ഥലത്ത് നമ്മൾ വല്ല ജനലൊക്കെയല്ലോ, വർക്കേരിയ ഉണ്ടെങ്കിൽ വർക്കേരിയുടെ അവിടെയോ, അല്ലെങ്കിൽ പുറത്ത് നമ്മളിങ്ങനെ വല്ല ചായ്പ് പോലെ ഉള്ളിടത്തോ, അപ്പോൾ അവിടെ നമ്മൾ ഇത് വയ്ക്കാം. അതായത് വെളിച്ചം കാണാം കേട്ടോ, അധികം വെയിൽ കൊള്ളരുതെന്നേ ഉള്ളൂ. വെളിച്ചം കിട്ടുന്ന ഇപ്പം നമ്മുടെ അടുക്കളയുടെ ജനലയുടെ അവിടെയോ, വർക്ക് ഏരിയയുടെ ജനല ഉണ്ടെങ്കിൽ അവിടെ അടുത്തോ, അല്ലെങ്കിൽ ഉത്തരം പോലെ ഉണ്ടാവുമല്ലോ ചാട്ടം, വർക്ക് ഏരിയ പോലെയുള്ള ചാട്ടം, അപ്പോൾ അവിടെ നമുക്ക് വെക്കോ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വെച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്ന് അമർത്തി പ്രസ് ചെയ്യുക, കാരണം ആ ജെല്ലിൽ ഉരുവ ഇരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്നിട്ട് സൂക്ഷിച്ച് നമ്മൾ വെക്കാം. സൂക്ഷിച്ച് ഞാൻ പറഞ്ഞ പോലെ ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 ദിവസം കഴിഞ്ഞ് ഇത് എടുത്തു നോക്കുമ്പോൾ ഉലുവയിലൊക്കെ മുള പൊട്ടിയിരിക്കുന്നതായിട്ട് കാണാം കേട്ടോ. ഉലുവെല്ലാം മുളച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം. ആ മുളച്ച ഉലുവ നമ്മൾ ജെല്ല് സഹിതം, ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ലുണ്ടല്ലോ, ആ ജെല്ല് സഹിതം നമ്മൾ
പച്ചയായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പച്ച എണ്ണ കാച്ചാത്ത ആ പച്ച വെളിച്ചെണ്ണയിലോ പച്ച എണ്ണയിലോ എടുത്തിട്ട് ഇത് അങ്ങനെ തന്നെ ജെല്ല് ഉൾപ്പെടെ ഉലുവയും ജെല്ലും എല്ലാം കൂടി നമ്മൾ വടിച്ച് ആ കുപ്പിയിൽ എണ്ണ വെളിച്ചെണ്ണ സൂക്ഷിക്കുന്ന കുപ്പിയിലേക്ക് ഇട്ട് വെച്ചാൽ മതി. കാച്ചേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ച വെളിച്ചെണ്ണയിൽ ഈ മുളച്ച ഉലുവ ജെല്ലും കൂടി നമ്മൾ ഇങ്ങനെ അതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളൊന്ന് കുലുക്കി വെച്ചാൽ മതി. ആവശ്യമെങ്കിൽ വേണമെങ്കിൽ മറ്റേ ഇത് കരിഞ്ജീരകം ഉണ്ടല്ലോ, കരിഞ്ജീരകം ഇടാം. അപ്പോൾ കുറച്ചും കൂടി ബ്ലാക്ക് ഉണ്ടാവും മുടിക്ക് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കുലുക്കി നമ്മൾ ഇടയ്ക്കൊന്ന് കുലുക്കി വെച്ചാൽ മതി. ആവശ്യത്തിന് നമുക്ക് അതെടുത്തിട്ട് തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് എത്ര ദിവസം കഴിഞ്ഞ് എടുക്കണം എന്ന് സംശയം. നമ്മൾ ഇത് മുളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നമുക്ക് 3 ദിവസം കഴിയുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ. 3 ദിവസം കഴിയുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ അതിൽ ഈ ഇതിൻ്റെ ഉലുവയുടെ സത്തും കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ആ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ എണ്ണയിലോ പിടിച്ചിരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊന്ന് കുലുക്കിയിട്ട് ആവശ്യത്തിന് എടുത്ത് തേക്കാം. അത് കളയണ്ട കേട്ടോ, അരിച്ചൊന്നും മാറ്റണ്ട, അതിൽ തന്നെ കിടന്നോട്ടെ. എണ്ണ നമുക്ക് തീരുന്ന അനുസരിച്ച്, എണ്ണ ഉപയോഗിച്ച് കുറയുന്ന അനുസരിച്ച് നമ്മൾ അതിലേക്ക് എണ്ണയും ഒഴിക്കാം. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുളപ്പിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് തന്നെ ഇടാം. പഴയത് കളയണ്ട കേട്ടോ. ആ പഴയതിലേക്ക് തന്നെ ഈ മുളപ്പിച്ച ഉലുവയും ജെല്ലും ഉൾപ്പെടെ നമുക്ക് വടിച്ച് അതിനകത്തേക്ക് ഇടാം. ഇതിൽ നിന്ന് എടുത്തിടാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മുടി ഉണ്ടാവും കേട്ടോ. നല്ലവണ്ണം മുടി ഉണ്ടാവും. കാരണം കറ്റാർവാഴയുടെയും ഉലുവയുടെയൊക്കെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇതൊക്കെയാണ് ഉലുവ. ഇങ്ങനെയാണ് ഉലുവ ജെല്ലിൽ മുളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലവർക്കത് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് വേറൊരു വീഡിയോ ഉണ്ട്, മായാമേനൻ ഹെയർ കെയർ ചാനൽ എന്ന് പറഞ്ഞത്. അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കൂ കാണാത്തവർ കേട്ടോ. അപ്പോൾ അതിലും ഇതുപോലെ മുളപ്പിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജനലിലേക്ക് വെളിച്ചം കിട്ടുന്നിടത്ത് വെക്കാം. നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉലുവ മുളച്ച് കിട്ടുന്നതായിട്ട് കാണാം. പക്ഷെ ഈ ഉലുവ ഉപയോഗിക്കുമ്പോൾ നല്ല ഉലുവയായിരിക്കണം, ഫ്രഷ് ഉലുവയായിരിക്കണം കേട്ടോ. അല്ലാതെ പഴകിയ ഉലുവയാണെങ്കിൽ അത് മുളയ്ക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉലുവ മുളപ്പിച്ച് നമ്മൾ എടുക്കുന്നത് ജെല്ലിൽ. അപ്പോൾ ഇതാണ് കേട്ടോ. അതുപോലെ എടുത്തേക്കണ ഇത് കണ്ടോ. ഇത് എനിക്ക് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായിട്ടോ. ഈ എണ്ണ തന്നെ സെയിം ഞാനിത് ഉപയോഗിക്കുന്നത്. ഇത് ഒട്ടും മോശമാവില്ല കേട്ടോ, കാറച്ചും പോവില്ല. അപ്പം നമ്മൾ ഇനി ഈ എണ്ണ തീരുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഫ്രഷ് ആയിട്ട് മുളപ്പിച്ച ഉലുവ ഇട്ടുകൊണ്ടിരിക്കാം. കൂടാതെ എണ്ണയും വെളിച്ചെണ്ണ ഏതാണോ അതും ഒഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിൽ ഞാൻ കരിഞ്ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കരിഞ്ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ചില്ലു കുപ്പിയിലാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും ചില്ലു കുപ്പിയിൽ വേണം ഇട്ട് വെക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണം പോവാതെ ഇരിക്കും നമ്മൾ കേട്ടോ. അപ്പോൾ ഇത് 1 വർഷത്തിൽ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങുന്നു കേട്ടോ. ഇതിൻ്റെ മാറി ഞാൻ പറഞ്ഞല്ലോ, മുളപ്പിച്ച് അതിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കും. കൂടാതെ തീരുന്ന അനുസരിച്ചിട്ട് ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇട്ട് വെച്ചത്. വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഇട്ട് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഉലുവ മുളയ്ക്കുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.